ഈ കമ്പനി രജിസ്ട്രേഷനും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും എടുക്കേണ്ട ആവശ്യമുണ്ടോ? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും കമ്പനി രജിസ്ട്രേഷനും ഇത് രണ്ടും രണ്ടാണ്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് നെയിമിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അതേസമയം കമ്പനി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആ എൻറ്റിറ്റിയെ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഇപ്പം നമുക്കൊരു പെർട്ടിക്കുലർ ബ്രാൻഡ് നമുക്കുണ്ട്. ആ ബ്രാൻഡ് മറ്റാരും യൂസ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ നമുക്കതിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഫയൽ ചെയ്യുന്നതാണ് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെൻറ്റ് മുതൽ നമുക്ക് നമ്മുടെ ലോഗോയുടെ കൂടെ TM എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പല ലോഗോയ്സിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ചിലതിൽ TM ആയിരിക്കും, ചിലത് R ആയിരിക്കും. അപ്പം ഈ TM R തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എപ്പോഴാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ മൊമെൻറ്റ് മുതൽ നമുക്ക് TM എന്നുള്ളത് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് ഇംപ്ലൈ ചെയ്യുന്നത് ഓൾറെഡി ഈ ലോഗോ ആരോ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം R എന്നുള്ള ഇതിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ രജിസ്ട്രാർ അപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരണം. നിങ്ങളാണ് ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓണർ എന്നും പറഞ്ഞ് നമുക്കൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് R യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ബ്രാൻഡ് നെയിമിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ നെയിമിൽ നമുക്ക് ഓൾറെഡി ഒരു കമ്പനി അല്ലെങ്കിൽ LLP രജിസ്റ്റേർഡ് ആണെന്ന് വെക്കുക. നമ്മൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ആ പേരിൽ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതാണ്. സ്റ്റിൽ നമ്മൾ ട്രേഡ് മാർക്കിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലും നാളെ പുതിയ ഒരാൾക്ക് വേണമെങ്കിൽ അതേ പേര് വെച്ച് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. കാരണം ഇത് രണ്ടും രണ്ട് അതോറിറ്റിയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ അറിയുവാണ് വേറെ ആരോ ഒരാൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഡിഫെൻഡ് ചെയ്യാം. അല്ലാതെ നമുക്കവിടെ ഒരിക്കലും ഒരു പ്രൊട്ടക്ഷൻ ആവണമെന്നില്ല. നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. നമ്മുടെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മളവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 10 വർഷത്തെ ഹിസ്റ്ററി കാണിക്കാനായിട്ട് നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളവിടെ കൊടുക്കാൻ പോകുന്നത്. അതേസമയം തന്നെ മറ്റേ പാർട്ടി കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വേറെ ജെന്യുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൂഫുകൾ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്കായിരിക്കും മുൻഗണന പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇൻകം ടാക്സിനെ പറ്റിയോ GST പറ്റിയോ അല്ലെങ്കിൽ ഒരു കമ്പനി രജിസ്ട്രേഷൻ പ്രോസസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനി രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ പീക്കോ അഡ്വൈസറിയിലെ നോഫലിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നോഫലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.